ദാരിദ്ര്യത്തിന്റെ കാര്യം ഈ പറയുന്ന മറുകുകൾ പ്രധാനമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ മറുകുകളെ പറയാൻ കഴിയില്ല. ബന്ധമാണ് പ്രധാനം. ഈ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്. പ്രണയം എന്ന് പറയുന്നത് മാത്രമാണ് സത്യമുള്ളൂ. അത് അതിൻ്റെ ചട്ടക്കൂടിൽ വരുന്ന ശാരീരികമായ ബന്ധങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതല്ലേ. അപ്പം ഈ പെണ്ണാണ് ചവിട്ടുന്നത് അല്ലെങ്കിൽ കൈകൊള്ളുന്നത് എന്ന് വിചാരിച്ചാൽ തന്നെ ആണുങ്ങൾക്ക് ആ രീതിയിലുള്ള അനുഭവം വരുന്നു. ലക്ഷണശാസ്ത്രങ്ങളിൽ തന്നെ അതവിടെ നിൽക്കട്ടെ. അതുപോലെ കൈപ്പത്തി ചുമന്ന കളർ ആണെങ്കിൽ കൈപ്പത്തി ചുമന്ന കളർ നിൽക്കുക, രക്തവർണ്ണം പോലെ. അസുഖത്തിൻ്റെ രക്തവർണ്ണമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആ രക്തവർണ്ണമാണെങ്കിലും സമ്പത്ത് ധാരാളം കുഞ്ഞുകൂടും. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ശരീരത്തിൽ രക്തം എന്ന് പറയുന്നത് കാളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കാളിദാസൻ ഒന്നുമല്ലാണ്ട് പൊട്ടനെ പോലെ നടന്നിരുന്ന ആള് ഈ കാളിയുടെ ഒരു ടച്ചാണ് അദ്ദേഹത്തിന് ഇത്രയും ഉയർച്ചത്. കാളി എന്ന് പറഞ്ഞാൽ അറിവുമാണ്, സമ്പത്തുമാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ് രക്തം. അതാണ് നമ്മൾ രക്തം കൊടുക്കുക, ഒരു ഗുരുതി എന്നൊക്കെ പറയുന്നത്. ഒക്കെ ഇന്നത്തെ കാര്യം, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. അപ്പോൾ ഈ രക്തവർണ്ണമായിരിക്കുന്നത് എന്തും ശരിക്കും ഈ പറയുന്ന സമ്പത്തിനെ കാണിക്കുന്നതാണ്, അറിവിനെ കാണിക്കുന്നതാണ്. പിന്നെ കൈരേഖയിൽ നമ്മുടെ ഈ ചന്ദ്രമണ്ഡലം എന്ന് പറയും. ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ ചെറിയ വിരലുണ്ടല്ലോ, അതിൻ്റെ താഴെ ഇവിടെ എത്തുമ്പോൾ ബൾജായിട്ട് കാണുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഭാഗം. ആ ഭാഗത്ത് ഒരു ലൈന് വരും. അതായത് ഇങ്ങനെ വരുന്നൊരു ലൈന് വന്നു കഴിഞ്ഞാൽ, ഒരു റാ പോലെ വന്ന ലൈന് വന്നു കഴിഞ്ഞാൽ പൂർവൈക ജന്മത്തിലൂടെ നമ്മൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, ഈ ജന്മത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവുന്നതാണ്. അതിൻ്റെ കാരണം അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനസ്സ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിച്ചിടത്തേക്ക് എത്തും. എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് ഈ യോഗിമാരും മഹർഷിമാരൊക്കെ പ്രത്യേകത. ജനിച്ച് പഠിക്കണ കാലത്ത് നമ്മൾ ശരിയായി പഠിക്കുമ്പോൾ അതിലേക്ക് മാത്രമാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഓർമ്മയും ശരിയാവും. പിന്നെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ നമുക്ക് ഉയരാൻ കഴിയും. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ അളവ് ഉയർന്ന, അത് മനസ്സുമായി ബന്ധപ്പെട്ട്. എന്നുവെച്ചാൽ അങ്ങനെ കാണിക്കുമ്പോൾ ആ രേഖയുള്ള ആളുകൾ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കും, ബുദ്ധി ഉണ്ടാവും, നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഉയർന്നു പോകാൻ കഴിയും. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം ഈ പറയുന്ന മറുകുകൾ പ്രധാനമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ മറുകുകളെ പറയാൻ കഴിയില്ല. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഈ മുഖലക്ഷണം നോക്കി പറയുന്നതിലാണെങ്കിലും കൈരേഖ നോക്കുന്നതിലാണെങ്കിലും ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പം ഞാനിപ്പോൾ സാറിനെ പോലുള്ള അസ്ട്രോളജേഴ്സിനല്ല പറയുന്നത്. ഒരു അമ്പലത്തിൽ പോയാലും, ഇവിടെ എറണാകുളം മറൈൻ ഡ്രൈവിൽ പോയാലും, തത്തേനെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ടായാലും ലക്ഷണം പറയുന്നവരുണ്ട്. അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാവും ശരിക്കും? ഈ തത്തേനെ കൊണ്ട് പറയിക്കുന്ന ഫലത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലാത്തത് കൊണ്ടും പിന്നെ അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ആ തത്ത ഒരു ഈശ്വരീയമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടി പോകുന്നതല്ല. ആ തത്തയിൽ വരുന്ന നിഷ്കളങ്കമായിട്ടുള്ള കാര്യം തത്തേനെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ ആ വരുന്ന വ്യക്തിക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല, ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കി, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാളെ ചെന്ന് നോക്കി. ഇവര് എല്ലാവരോടും പറയുന്ന കുറച്ച് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ കുറെ കാർഡുകളാണ്, അതിലോരോ കഥകളും ഉണ്ടാവും. അപ്പം അതിലൊരു കാർഡ് കിട്ടിയ കഥയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നമുക്കുണ്ട് എന്ന് പറയും. അത് ശരിക്കും ഒരു കറക്കി കുത്തുക എന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. കാരണം അതുപോലെ തന്നെ ടാരറ്റ് റീഡിങ്, അതുപോലെ നമ്മൾ കാർഡ് എടുക്കുക നമ്മുടെ നാട്ടിൽ, ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പലരും പറയും. എനിക്ക് ഈ പരിചയത്തിൽ ഞാനൊരു കുട്ടീനെ ജ്യോതിഷം പഠിപ്പിച്ചിട്ടുണ്ട് 1.5 കൊല്ലം, നോർത്ത് ഇന്ത്യൻ ഗേളിന്. ആ കുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 18,000 ഫോളോവേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു ദിവസം 5,000 രൂപയ്ക്ക് പുറത്ത് അതിലൂടെ തന്നെ വരുമാനമുണ്ട്. പക്ഷെ ആ കുട്ടി എൻ്റെ അടുത്ത് സ്ഥിരം പറയും, ഞാൻ ടാരറ്റ് റീഡിങ് പഠിപ്പിക്കാം. ഞാൻ വേണ്ടാന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കതിൽ ശരിയാണെന്ന് തോന്നാറില്ല. നമ്മൾ കുറേ കാർഡുകൾ എറിയണം, ആ കാർഡ് അവസാനം ഒന്ന് കിട്ടണം.
അത് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം നമ്മൾ ചില സമയങ്ങളിൽ നിമിത്തം പറയും. നിമിത്തം എന്ന് പറയുന്നത് ആ നിമിത്തം ശ്രദ്ധിക്കുന്ന ആളുടെ ദൈവികമായിട്ടുള്ള ചിന്തയും പ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരനാണ്. പ്രകൃതി ഈശ്വരനാണെന്ന് പറയുന്നതിന് ദത്താത്രേയ മഹർഷി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നു. ഉദ്ധവഗീതയിൽ പറയുന്നത് പ്രപഞ്ചത്തിന് 24 ഗുരുക്കന്മാരുണ്ട് എന്ന് 24 ഗുരുക്കന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ പ്രകൃതിയാണ് അദ്ദേഹം അതിൽ പറയുന്നത്, മനുഷ്യന്മാരെ അല്ല. അതിലൊന്ന് മാടപ്രാവാണ്, ഒന്ന് എട്ടുകാലിയാണ്. അതുപോലെ റാഞ്ചി പക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഉണ്ടല്ലോ നമ്മൾ കുളത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം നടക്കുന്ന സമയത്ത് ആ പക്ഷി ഒരു മത്സ്യത്തിനെ കൊണ്ടുപോകണു. ആ മത്സ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റു പക്ഷികളൊക്കെ ഈ മത്സ്യം കിട്ടുന്നതിന് വേണ്ടി ഈ പക്ഷീനെ കൊത്തി വലിക്കുകയാണ്. അവസാനം ഈ മത്സ്യം കയ്യിലുള്ള ഈ പക്ഷി എന്ത് ചെയ്യാണ്? അത് അവിടെ ഇട്ട് പോവുകയാണ്, ഒരു പ്രാണരക്ഷാർത്ഥം. അപ്പോൾ ഈ ദത്താത്രേയ മഹർഷിക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെയുള്ള ഈ ലൗകികമായിട്ടുള്ള ഭൗതിക സുഖങ്ങളോടുള്ള ആഗ്രഹം ഈ രീതിയിൽ അവസാനിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ മാടപ്രാവിനെ ഗുരുവായി സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതി നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമുക്കിഷ്ടമുള്ളത് മാത്രം നോക്കിയിട്ട് എടുക്കും, നമ്മളല്ലാത്തത് ഒഴിവാക്കും. അപ്പോൾ അത് കുറെ കൂടി സത്യമായി തോന്നാറുണ്ട്. അത്ര പോലും എനിക്ക് ഈ തത്തയും കൊണ്ട് കാർഡ് എടുപ്പിക്കുന്നതും ടാരറ്റ് റീഡിംഗ് ഒന്നും ശരിയാണെന്ന് തോന്നിയിട്ടില്ല. ഞാനത് ചെയ്യിപ്പിക്കാറില്ല. ഇത് കൈരേഖ ഇപ്പൊ ആര് കൈ കാണിച്ചാലും നോക്കിയിട്ട് പറയുന്നതെല്ലാം കറക്റ്റ് ആവാറുണ്ടോ? അപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എന്താ തോന്നുന്നത്? കുറേ പേരുടെ ശരിയായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഈ ചെറിയ വിരലിന്റെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന്, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരും. അത് 2, 3, 4 പലർക്കും 5, 6 ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ റിലേഷൻഷിപ്പ് ലൈൻസ് എന്നാണ് പറയുക. പ്രണയം എന്ന് പറയും. അപ്പം നമുക്ക് ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന പ്രണയം, ഇതൊക്കെ റിലേഷൻഷിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, വേണ്ടാതിരിക്കാം. ബന്ധമാണ് പ്രധാനം. ഈ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാ. പ്രണയം എന്ന് പറയുന്നത് മാത്രമാണ് സത്യമുള്ളൂ. അത് അതിൻ്റെ ചട്ടക്കൂടിൽ വരുന്ന ശാരീരികമായ ബന്ധങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതല്ലേ. ഈ മനസ്സെന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ ചില ഒരു ട്രോളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ കാലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു പുരുഷൻ തന്നെ ചവിട്ടുന്നത് സ്ത്രീയുടെ കാലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുന്ന ഒരാണിന് ഒരു ട്രോളുണ്ടായിരുന്നു. അപ്പം ഈ പെണ്ണാണ് ചവിട്ടുന്നത് അല്ലെങ്കിൽ കൈകൊള്ളുന്നത് എന്ന് വിചാരിച്ചാൽ തന്നെ ആണുങ്ങൾക്ക് ആ രീതിയിലുള്ള അനുഭവം വരുന്നു. നേരെ തിരിച്ച് സ്ത്രീകൾക്കും ഉണ്ടാവാം. എല്ലാവരും ഒരുപോലെയല്ല, ഞാൻ ആരെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ചിന്തയാണ് ഇതിൻ്റെയൊക്കെ ആധാരം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ലൈൻസ് ഞാൻ പറയുന്നത് ഒരുപാട് പേരുടെ ശരിയായിട്ടുണ്ട്. ഇനി ഒരു രേഖയും ഇല്ലാതിരിക്കുന്ന ആളുകൾ വിവാഹം കഴിയാണ്ടിരുന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാം അതേപോലെ തന്നെ ശരിയാവുമെന്ന് പറഞ്ഞ് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഒരു അനുഭവങ്ങളും കർമ്മങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ വിവാഹം കഴിക്കാൻ യോഗമുണ്ടെങ്കിലും അവസാനം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം എനിക്ക് വിവാഹമേ വേണ്ട എന്ന് വിചാരിച്ച് മാറുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വിവാഹം തന്നെ വേണ്ട എന്ന് വിചാരിക്കുന്നവർ കൂടി വരികയാണ്. അപ്പം അത് കാലത്തിനനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരും. അങ്ങനെ ഒരു ലൈന് വരുന്നത് റിലേഷൻഷിപ്പിനാണെന്ന് മാത്രം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.